നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണ കാര്യം ചന്ദ്രഗ്രഹണമാണ് വരുന്നത്. ഈ 2026 ആദ്യത്തെ ചന്ദ്രഗ്രഹണമാണ് വരുന്നത് ഈ മാർച്ച് 3 ചൊവ്വാഴ്ച. അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാണാത്തവർക്ക് ഒന്നും കൂടി പറയാം. അന്ന് ഉച്ചയ്ക്ക് 3:19 ഗ്രഹണം പിടിച്ചിട്ട് വൈകിട്ട് 6:47 ഗ്രഹണം വിടും. ഗ്രഹണം വിട്ട ഉടനെ നമ്മൾ വീടടിച്ചു വാരി തുടയ്ക്കുകയോ കഴുകുകയോ ഒക്കെ ചെയ്യണം എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ നമുക്ക് സന്ധ്യ നേരത്ത് നമ്മുടെ ഒരു വിശ്വാസമുണ്ട്, സന്ധ്യ നേരത്ത് അടിച്ചു വാരാനും തുടയ്ക്കാനും ഒന്നും പാടില്ല എന്ന്. പക്ഷേ ഗ്രഹണ സമയത്ത് ഗ്രഹണം എപ്പോൾ കഴിയുന്നു ആ സമയത്ത് നമ്മൾ വീട് അടിച്ചു വാരും തുടയ്ക്കുകയൊക്കെ വേണം. അതിന് സന്ധ്യാസമയമോ അല്ലെങ്കിൽ രാത്രിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പണ്ട് മുതലേ നമുക്കൊക്കെ പറഞ്ഞു തന്നിരിക്കണ ഗ്രഹണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർക്കും വീട്ടിലും അതുമാതിരി വീടിൻ്റെ ചുറ്റും അതിന് ഒരു ദോഷം ഉണ്ടാവും എന്നാണ് പറയുക. ദോഷം എന്ന് പറയുന്നത് നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അടിച്ചു വാരി തുടയ്ക്കണം എന്ന് പറഞ്ഞാൽ, തുടയ്ക്കുമ്പോൾ ചാണവെള്ളം കൊണ്ടാണ് തുടയ്ക്കാറുള്ളത്. അല്ലെങ്കിൽ തളിക്കണം, വീടിൻ്റെ ചുറ്റും ചാണവെള്ളം തളിക്കണം. ഇന്ന് നമുക്ക് ചാണം ഒക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ വെള്ളത്തിൽ തുടയ്ക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ കഴുകുന്ന വെള്ളത്തിലോ ഒരു പിടി കല്ലുപ്പിട്ട് തുടച്ചെടുക്കാം. ഇനി കല്ലുപ്പിനേക്കാളും ശക്തി കൂടുക കുറച്ച് പച്ചക്കർപ്പൂരം ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. ചാണം കിട്ടുകയാണെങ്കിൽ ചാണം തന്നെ ഏറ്റവും നല്ലത്. അത് അടിച്ചു വാരി തുടക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ളവരെല്ലാവരും കുളിക്കണം എന്നാണ് പറയുക. കുളിക്കണം എന്ന് പറയുന്നത് നമുക്കും ആ നെഗറ്റീവ് ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ വരും. ആ ഊർജ്ജം പോവാതെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത് കുളിക്കണം എന്ന് പറയാം. കുളിച്ച ശേഷം നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും.